പിണങ്ങിയോ? ഇത് വലിയ ശല്യായില്ലോ. പിണങ്ങേണ്ട കാര്യങ്ങളൊന്നും നീ എന്നോട് ചെയ്തിട്ടില്ലല്ലോ. അനാവശ്യം പറയരുത്. നീ പ്രായപൂർത്തിയായതും വിവാഹിതനുമായ ഒരു പുരുഷനാണ്. അല്ലാതെ പിന്നെ കരയണോ? അയ്യേ, പിന്നെ ഇതെന്തത്? നിനക്ക് നിന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാം. അതിന് ഞാൻ പിണങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല. വന്ന് തലയ്ക്ക് വെളിവില്ലാതായോ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ എന്തിനാ പറഞ്ഞത്? അമൃതേ, ആഹാരം വിളമ്പ്. ഈ പോട്ടൻ എന്ത് കാണാന്നൊക്കെ നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. സാറേ, നമസ്കാരം മുത്തശ്ശി. നമസ്കാരം. നമസ്കാരം. ശീതളിരിക്കെ നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അർജുന്റെ അടുത്ത് നിന്ന് കഴിച്ചിട്ട് എത്ര നാളായി? നിനക്ക് കുഞ്ഞിരാമന്റെ ഞാൻ വാങ്ങിച്ചു തരുവടാ. അങ്ങോട്ട് വാട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇവിടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, സന്തോഷം മാത്രം. ഇങ്ങോട്ടിറങ്ങാൻ. അർജുന് ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഇഷ്ടമല്ല. എന്താ സംഭവം? സംഭവം എന്താണെന്ന് സാറ് പറഞ്ഞത് ശരിയാ? നേരാണോടി നീ പറഞ്ഞത്? അതേന്ന്. നിനക്ക് ഓർമ്മയില്ല അർജുൻ, കുമരക റിസോർട്ടിൽ വെച്ച് ഇത് കൊണ്ടുവന്നപ്പോ നീ വേണ്ടാന്ന് പറഞ്ഞത്? ഞാനോ? അതെ. എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഈ പാലം കിടക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഇറങ്ങണം. എനിക്ക് റോസ്റ്റ് ഇഷ്ടമാണ്. നീ വിളമ്പിക്കും. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് വിളമ്പാനല്ലേ പറഞ്ഞത്? അടുത്ത പണി ഇരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നീ എന്നെ ഇൻസൾട്ട് ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ പരിഹസിക്കാനാണ് ഇത് ചെയ്തത്. എന്താണിത്? ഇദ്ദേഹത്തിന് മറുപടി അമ്മ പറയോ അതൊന്നും സംസാരിക്കണം? അങ്ങനെയാണെങ്കിൽ തന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഭരിക്കാൻ വരരുതേ, ഭരിക്കണ്ട. ഓക്കേ, സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അമ്മേ വേണ്ട, അവളെ വിട്ടേക്ക്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്താ കുഴപ്പമില്ലത്? അർജുൻ, വേണ്ട 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 വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടനിപ്പോ എന്താ വേണ്ടത്? ശീതൾ പറഞ്ഞത് സത്യമാണമ്മേ. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഇതത് തന്നെ, ഇതത് തന്നെ. പൊട്ടറ്റോ റോസ്റ്റ് ഞാൻ കഴിക്കില്ല എന്ന് അമൃത ഒഴിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും. തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപാണ് തോന്നുന്നത്. ഞാനെടുത്ത് സ്വാദോടെ കഴിച്ചത് ശീതളിനെ ഇൻസൾട്ട് ചെയ്യാനാണെന്ന് അവർക്ക് തോന്നി. ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. മാപ്പും കോപ്പൊന്നും പറഞ്ഞോണ്ട് കാര്യമില്ല. ഓ, ഇത് വലിയൊരു ശല്യായില്ലോ. സ്വാഭാവികം, അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ. പിന്നെ എന്തിനാ നീ അമൃതയെ കൊണ്ടത് വിളമ്പിച്ചത്? ഒരു രസാണ്. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. അവളെ പരിഹസിച്ച ഒന്നും പറയില്ലല്ലോ അല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അമൃതയ്ക്ക് അറിയില്ലല്ലോ ഞാനിത് കഴിക്കില്ലെന്ന്. എങ്കിലത് വിളമ്പില്ലായിരുന്നു. നൈസായിട്ടും ഒഴിവാക്കി കളഞ്ഞല്ലേ. എങ്കിലത് അവളോട് പറയല്ലേ വേണ്ടത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. മുതലാളി മറന്നുപോയതാ. ഇവൾ എന്ത് തന്നാലും ഞാൻ കഴിക്കുമേ, വിഷമായാലും. വിശ്വാസം മതി കേട്ടാ. My God, sentimental and psychological move.